വർണ്ണാഭമായ സാംസ്കാരിക പാരമ്പര്യവും ചരിത്ര പശ്ചാത്തലവുമുള്ള കാസർകോട്ടിന്റെ വർത്തമാനം. മിത്തും യാഥാർത്ഥ്യവും. തെയ്യങ്ങൾ മനുഷ്യരിലേക്ക് ഇറങ്ങി വന്ന ദൈവങ്ങൾ. കാസർഗോഡ് ജില്ലയിലെ തെയ്യങ്ങൾക്കുമുണ്ട് പ്രത്യേകത. അവർക്ക് മുസ്ലിങ്ങൾ അന്യരല്ല, മുസ്ലിം പള്ളികൾ അന്യമല്ല. പള്ളിയറയിൽ എന്നതുപോലെ തന്നെ പള്ളികളിലും കാര്യങ്ങൾ മുടക്കമില്ലാതെ നടക്കണമെന്ന് നിർബന്ധമുള്ളവരാണ് തെയ്യങ്ങൾ. അത് ഉറപ്പുവരുത്താനായി പള്ളികൾ സന്ദർശിക്കുന്ന തെയ്യങ്ങളുണ്ട്. കാസർഗോഡത്തെ എല്ലാ ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ പരസ്പരം ബന്ധപ്പെട്ടിട്ടാണ്. ആചാരങ്ങൾ പരസ്പരം പല പള്ളികളിലും ഹിന്ദുക്കൾ ചെന്നിട്ട് ചടങ്ങുകൾ ചെയ്യുന്നുണ്ട്. പല ഈ കളിയാട്ടങ്ങളിലും മുസ്ലിം തറവാടുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ആചാരങ്ങൾ ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. ഈ ഒരു ബന്ധം അവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ മുസ്ലിം കഥാപാത്രങ്ങളായിട്ടുള്ള തെയ്യങ്ങൾ കെട്ടിയാടിക്കപ്പെടുന്നു. ആലിത്തെയ്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തെയ്യങ്ങളുണ്ട്, മാപ്പിളത്തെയ്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തെയ്യങ്ങൾ കെട്ടിയാടിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു മുസ്ലിം പള്ളിയിൽ നിന്നായിരുന്നു മുമ്പ് ഹിന്ദുക്കൾ ആചാരം എടുത്തിട്ട് ആലാമികളായിട്ട് ആഘോഷിക്കും. ഒരു ആലാമിക്കളി ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല. അത് അപ്പോൾ ഈ ഒരു മത സൗഹാർദ്ദത്തിൻ്റേതായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. പലപ്പോഴും ഇവിടെയുള്ള പള്ളികളിൽ ഉത്സവം നടക്കുന്ന സമയത്ത്, ഉറൂസ് നടക്കുന്ന സമയത്ത്, അമ്പലങ്ങളിൽ ഉത്സവം നടക്കുന്ന സമയത്ത്, പള്ളിയറകളിൽ തെയ്യം നടക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊള്ളക്കൊടുക്കലുകളുണ്ട്. ഇപ്പോൾ മഞ്ചേശ്വരം ഭാഗത്ത് ഉള്ള മാട ക്ഷേത്രത്തിൽ അവിടെ ഉത്സവം നടക്കുന്ന സമയത്ത് അവിടെയുള്ള ജുമാഅത്ത് പള്ളിയിലെ പ്രമുഖരായ ആളുകൾ അവിടെ വരികയും തെയ്യത്തിന് മുമ്പിൽ വിശിഷ്ടമായ പദവിയിൽ ഇരിക്കുകയും ഈ തെയ്യവുമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഗതികളുണ്ട്. തെയ്യം പള്ളിയിലേക്ക് പോകും. ഭാഗ്യം അനേക സംരക്ഷണങ്ങൾ ശത്രുവിനെ അടക്കാൻ തക്കവണ്ണം നമ്മൾ ഒറ്റക്കെട്ടായി തന്നെ നേരിടുന്നത്. നന്മ തിന്മയുടെ അതിരുകൾ ചിന്നിച്ചിറന്ന യുഗമാണ്. നാശത്തിന്റെ നാടും ഭൂമിയെ ജ്യോതിർഗോളങ്ങളിൽ ലക്ഷ്യമിടുന്ന യുഗം. അതുകൊണ്ട് എന്റെ കുട്ടികൾക്ക് വാക്ക് വിളിച്ചോ അല്ലാതെ തന്നെ മക്കൾ കൈയെടുക്കുന്ന വിഗ്രഹത്തിൽ ഒരേ പ്രകാരത്തിൽ വെള്ളിവിട്ട് നാളെ വളർന്നെങ്കിൽ സ്വന്തമായി കളിപ്പാൻ തക്കോണം എന്റെ പള്ളിയേറി മക്കളുണ്ടായി നിന്ന് അനേക പറഞ്ഞത് രോഗനെ പോകുന്ന പരിപാടി സ്ഥലമാണ്. നമ്മുടെ ഈ മതസൗഹാർദ്ദത്തിൻ്റെ വലിയ വർണ്ണാഭമായിട്ടുള്ള പൈതൃകം കാസർഗോഡ് ജില്ലയിലുണ്ട്. ചിലപ്പോൾ മറ്റുള്ളിടത്ത് കാണാൻ വേണ്ടി കഴിയും. കാരണം വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ഒരു സമൂഹമാണിത്. നിരവധി ജനവിഭാഗങ്ങൾ കാസർഗോഡിൻ്റെ മണ്ണിലേക്ക് വിവിധ കാലഘട്ടങ്ങളിൽ ഇവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ തന്നെ അവരൊക്കെ ഒരു പൊതുസമൂഹം, ഒരു സമൂഹം എന്ന രൂപത്തിൽ പരസ്പരം ഇടപഴകി, പരസ്പരം സഹായിച്ച്, പരസ്പരം സഹകരിച്ച് ഒക്കെ ജീവിച്ചു വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അനുഷ്ഠാനങ്ങളിലും അവരുടെ ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും ഒക്കെ തന്നെ ഈ പരസ്പര സമ്പർക്കത്തിൻ്റെ, പരസ്പരം ഇടപെടലിൻ്റെ, അതുപോലെ പരസ്പര ആശ്രിതത്വത്തിൻ്റെ വളരെ വിശാലമായൊരു ലോകം നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ കാഞ്ഞങ്ങാട്ട് ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അനുഷ്ഠാന കല എന്ന് പറഞ്ഞ അലാമിക്കളിയായിരുന്നു.
കരിവേഷം കണ്ടിട്ടുണ്ടാവും. ഇപ്പം ഇല്ല എന്നുള്ള പ്രത്യേകതയാണ്. ആ കരിവേഷം ധരിച്ച് പിന്നെ പോകുന്നത്. അപ്പോൾ ആ അനുഷ്ഠാന വിശുദ്ധ കർബാല യുദ്ധത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ളതാണ്. പക്ഷേ അതിൽ കരിവേഷം കെട്ടുന്നത് പിന്നെ കരിവേഷം അണിയുന്നത് ഹിന്ദുക്കളാണ്. അപ്പോൾ ഈ കരിവേഷം കേട്ടിട്ട് ഇല്ല പറമ്പുകളിലേക്ക്, ഇല്ല വീടായ വീടുകളിലേക്കും പറമ്പായ പറമ്പുകളിലേക്കൊക്കെ ആളുകൾ ഇവർ പോയിട്ട് ഇല്ല കണ്ടതും കിട്ടിയതും മുഴുവനും എടുത്ത് വരുന്ന ഒരു രീതിയുണ്ട്. അത് പിന്നെ എന്താ പറയുക, ഒരു മുസ്ലിം പള്ളിയിലെ അലാമി പള്ളിയിലെ കാഞ്ഞങ്ങാടിനടുത്തുള്ള പള്ളിയാണ് അലാമി പള്ളി. അത് ഹനഫി മുസ്ലിങ്ങളുടെ പിന്നെ പള്ളിയാണ്. അപ്പോൾ ഈ ഹനഫി മുസ്ലിങ്ങളുടെ കലയാണ് ഈ പറയുന്ന അലാമി കളി എന്ന് പറയുന്നത്. അപ്പോൾ അലാമി പള്ളി എന്ന് പറയുന്ന മുസ്ലിം പള്ളിയുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന വിശുദ്ധമായ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു കല രൂപപ്പെട്ടു വരുന്നു. ആ കലയിൽ വേഷം ധരിച്ച് അതിൻ്റെ പെർഫോമേഴ്സായിട്ട് വരുന്നത് ഹിന്ദുക്കളാണ്. ഒരു വാരം കേങ്ങുണ്ടയ്യ കവാതെ പൊങ്ങുന്ന അതിന്റെ മണം കേട്ടിട്ട് കരിനാകും വന്നനയ്യ. അലാമിക്കളി കണ്ടിട്ടുണ്ട്. അത് ഈ 2 ഇതുണ്ടാവും, കോൽക്കളീൻ്റെ കോല്. അപ്പോൾ അതെടുത്തിട്ട് ജസ്സ ജാൽമ എന്ന് പറഞ്ഞിട്ടാണ് അവർ സഞ്ചരിക്കൽ. അപ്പോൾ ഈ കുട്ടികളെല്ലാം കാണുമ്പോൾ ജസ്സ ജാൽമ ഇപ്പോൾ പിടിക്കും ഗിന്ന് കുട്ടികളെല്ലാം പേടിപ്പിക്കും. കറുത്ത കരിവേഷമാണ് ദേഹത്ത് തോർത്ത് കൊടുത്തിട്ടുണ്ടാവും. പുൽപ്പായ ഈ പായൻ്റെ തൊപ്പി, അതിന് പുഷ്പങ്ങൾ ചൂടിയിട്ടുണ്ടാവും. അവർ രാവിലെ മുതൽ 8 മണിയാകുമ്പോഴേക്കല്ലോ എത്രയോ കിലോമീറ്റർ ദൂരം അവർ സഞ്ചരിക്കും. അത് ഇവിടെ മുസ്ലിം അല്ല സഞ്ചരിക്കുന്നത്, അധികം ഹിന്ദുക്കളായിരിക്കും. പിന്നെ ഇത് തുർക്കർ ആചാരമാണ്. അപ്പോൾ ഈ തുർക്കർ ആചാരം മറ്റേ മുസ്ലിം പള്ളികൾ വന്നപ്പോൾ ഇവരെ എതിർത്തു. ഈ ആചാരം ശരിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് അവസാനം ഒഴിവായി പോയത്. ഇതേ അവരെ കുളം. ആ ബിൽഡിങ്ങിൻ്റെ അടിയിലാണ് അവർ ആദ്യത്തെ ഒരു തീക്കൊണ്ടുണ്ടായത്. അത് ചെമ്പകപ്പൂ മരമില്ല, ചെമ്പകം, അതിൻ്റെ വിറക് കൊണ്ടാണ് തീ ഉണ്ടാക്കൽ. അപ്പോൾ അത് തന്നെ വേറൊരിത്, നമുക്ക് ഒരു കൊല്ലം മൂടിയാൽ പിറ്റേത്തെ കൊല്ലം തുറക്കുമ്പോൾ അതിൽ തീ ഉണ്ടാകുന്നതാണ് പറയപ്പെടുന്നു. തീ വേറെ വേണ്ടാന്ന്. അപ്പോൾ അതിലേക്ക് എല്ലാവരും ചാടലാണ്. അപ്പോൾ അവർക്ക് പൊള്ളലൊന്നുമില്ല. ലേല ലേല ലേലല്ലോ ലേലേ മാമ ലേലല്ലോ, ഞാനും എൻ്റെ കീർത്തിനായും ബൈപ്പണിക്ക് പോപ്പുണ്ട്, കൊമ്പനടുക്കത്ത് കൂരനെ കണ്ട് തടുത്ത് വെച്ചേ മാമ ലേല ലേല ലേലല്ലോ ലേലേ ലേലേ ലേലല്ലോ. അതാണ് ആ പാട്ട്. ഈ പറയുന്നത് അന്നത്തെ ഒരു ദേശരാഷ്ട്രങ്ങളുടെ ആ ഒരു ഘട്ടത്തിലുണ്ടല്ലോ ഉണ്ടാവുന്ന ഒരു ടെമ്പോ ആണ്. ആ ടെമ്പോയിൽ സഹിഷ്ണുതയുടെ വലിയൊരു ലോകം കാസർഗോഡ് ഉണ്ടായിരുന്നു. ആ സഹിഷ്ണുതയാണ് പതുക്കെ പതുക്കെ വിഭാഗീയതയിലേക്ക് വന്നത്. മാലിക് ബിൻ ദിനാർ മസ്ജിദ് കേരളക്കരയിൽ ഇസ്ലാം പ്രചരിപ്പിക്കാനെത്തിയ ആദ്യ സംഘത്തിൻ്റെ നായകനായ മാലിക് ബിൻ ദിനാറിൻ്റെ സ്മാരകം കൂടിയാണിത്. കേരളത്തിലെ ആദ്യകാല ജുമാ മസ്ജിദുകളിൽ ഒന്നായ ഈ പള്ളി പക്ഷേ മുസ്ലിങ്ങളുടെ മാത്രം ആരാധനാലയമല്ല. ജാതിമത ഭേദമന്യേ അഭയം തേടിയെത്തുന്ന എല്ലാവരുടെയും ആശ്വാസ കേന്ദ്രമാണ്. ഇപ്പോൾ മാലിക് ദിനാർ പള്ളി എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രാചീനമായ പള്ളികളിൽ ഒന്നാണ്. ആ പള്ളിയുടെ ചേർന്നിട്ട് ഇപ്പോഴും തെയ്യങ്ങളുടെ സ്ഥലമുണ്ട്. എന്നാൽ സമാധാനത്തെക്കുറിച്ചുള്ള മിത്തുകൾ ഇവിടെ ഈ പള്ളിമുറ്റത്ത് വെച്ച് കൊല ചെയ്യപ്പെട്ടു എന്ന് കരുതുന്നവരുണ്ട്. ഇവിടെയാണ് കാരണമില്ലാതെ ഒരാൾ കൊല്ലപ്പെട്ടത്. ഒരു പക്ഷേ അത് കാരണമുണ്ടാക്കാനുള്ള കൊലപാതകവും ആവാം. അവർക്ക് മദ്രസ അധ്യാപകനോട് പ്രത്യേകിച്ച് പകയൊന്നുമില്ല. പക്ഷേ എന്തോ ഒരു ഇത്തരത്തിലുള്ള ഒരു പ്രചരണത്തിൽ പെട്ടുപോയിട്ടുള്ള 2-3 ചെറുപ്പക്കാരാണ് അതിൻ്റെ പിന്നിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ചെയ്തത് അവർക്ക് ആരെങ്കിലും ഒരാളെ കൊല്ലുക എന്നുള്ള ഒരു ഇത് വന്നപ്പോൾ മറ്റൊരു മതത്തിൽപ്പെട്ടവരെ കൊന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഈ മണ്ണിലൊരു വർഗീയ കലാപം ഉണ്ടായ നാളെ ഇവിടെയും ഒരു പക്ഷത്തൊരു മതം, മറുപക്ഷത്ത് മറ്റൊരു മതം കൺസോളിഡേറ്റ് ചെയ്യപ്പെടും സമൂഹം. RSSന് വേണ്ടതാണ് മതനിരപേക്ഷ ചിന്താഗതിക്കാരനായ ഹിന്ദുവിനെ
വർഗീയവാദിയാക്കുക. അതാണ് RSSന്റെ അജണ്ട. ആളെ കൊല്ലുക, വെട്ടുക, കുത്തുക, ചോര ഒഴുക്കുക. മതനിരപേക്ഷ ചിന്താഗതിയുള്ളവനെ കൂടി വർഗീയവാദിയാക്കി മതാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുക. അങ്ങനെ വന്നാൽ കൂടുതൽ എണ്ണം നമുക്കായതുകൊണ്ട് നമ്മൾ ജയിക്കും. ഇതാണ് കണക്ക്. കൂടുതൽ എണ്ണം ഹിന്ദുക്കൾക്കായതുകൊണ്ട് മതനിരപേക്ഷ ചിന്താഗതിക്കാരായ എല്ലാ ഹിന്ദുവിനെയും വർഗീയവാദിയാക്കി മാറ്റി അവന്റെ വോട്ട് വാങ്ങി ജയിക്കുക. അപ്പുറത്തും ഉണ്ടായിക്കോട്ടെ വർഗീയത, പക്ഷെ എണ്ണത്തിൽ കുറവായതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കില്ല. അതാണ് വിശ്വാസം. ഇതിനാണ് നോക്കുന്നത്. ഇങ്ങനെ നടന്നു പോകല്ലേ ഏതെങ്കിലും ഒരാളെ കിട്ടാൻ വേണ്ടി കൊല്ല. അതല്ലേ കാസർഗോഡ് നടന്നത്? നല്ല മുൻപരിചയവും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്തൊരു ഹീന കൃത്യമാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാൾ, ഒരു വാക്കുപോലും ഉരിയാടിയിട്ടില്ലാത്ത ഒരാൾ, അങ്ങനെ ഒരാളെ കൊല്ലണമെങ്കിൽ ഏത് തരം മാനസികാവസ്ഥ ഉണ്ടാവണം? കാസർഗോഡിനെ കുറിച്ച് ഒരാൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന രൂപത്തിൽ എന്നോട് കാസർഗോഡിനെ കുറിച്ചുള്ളൊരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയൂ, ഇപ്പോൾ കാസർഗോഡ് നമ്മുടെ ഉത്തരേന്ത്യയിൽ ഒരു കാലത്ത് വർഗീയ കലാപങ്ങളുടെ കേന്ദ്രമായിരുന്ന അലിഗഡിനെ പോലെ അല്ലെങ്കിൽ കാൺപൂരിനെ പോലെ ഭിവണ്ടിയെ പോലെ ആഗ്രയെ പോലെ ആയി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥ ഞാൻ ചിലപ്പോൾ പങ്കുവെച്ചെന്ന് വരാം. പക്ഷേ ഇത് ഒരു പുതിയ ഡെവലപ്മെൻറ്റാണ്. കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മതപരമായ അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള ഈ ഒരു ചേരിതിരിവിൻ്റെ ഒരു ലോകം കാസർഗോഡിൻ്റെ സാമൂഹിക ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ട് കാലത്തിനിടയിലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചില അമ്പലങ്ങളുടെ മുമ്പിൽ എന്താ പോത്തിൻ്റെ തല കൊണ്ടുവച്ചു എന്നൊക്കെ ഇത് ഞാനപ്പോൾ വെച്ചിരിക്കും. ഇത് കൊണ്ടുവച്ചതാരാണ്? ഞാൻ മനസ്സിലാക്കുന്നത് പൊതുവെ വായിക്കുകയും നരവംശാസ്ത്രപരമായി ചിന്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം അത് ഒരുപക്ഷെ ഈ യഥാർത്ഥ സമൂഹങ്ങളല്ല, അസ്വസ്ഥരാകുന്ന ആളുകളാണ് അത് കൊണ്ടുപോയി വെക്കുന്നത്. അവരാര് ആണ് എന്നത് കണ്ടുപിടിക്കാൻ നല്ല ഒരു ഇൻ്റലിജൻസ് വേണ്ടി വരും. അത് ഉണ്ടാവുന്നില്ല കാസർഗോഡ്. പലപ്പോഴും കുറ്റവാളികളായ ഉദ്യോഗസ്ഥന്മാരെയാണ് അയക്കുന്നത്. ഉദ്യോഗസ്ഥന്മാർ തന്നെ 10 പേര് വേണ്ടിടത്ത് 2 പേരേ ഉണ്ടാവുള്ളൂ. ഇതുപോലെ ഒരു ഇരയാക്കൽ സ്വഭാവം കാസർഗോഡിന് വന്നു. അതിൻ്റെ റിയാക്ഷനാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ആന്തരിക സംഘർഷങ്ങൾ. ഇപ്പോൾ അരക്ഷിതാവസ്ഥ കാസർഗോഡ് ജീവിക്കുന്ന ജനങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റല്ല. ഏത് സമയത്താണ് വർഗീയതയുടെ കാളകൂടം വിസർജിക്കുന്ന മദനാവസ്ഥ, മതം കൊണ്ട് കുറഞ്ഞു തുള്ളുന്ന സ്വഭാവം ഇപ്പോൾ വർദ്ധിച്ചു വരും. ഇപ്പോൾ ധൈര്യപൂർവ്വം ഇവിടെ നിന്ന് ഇറങ്ങി കാസർഗോഡ് ടൗണിൽ പോയി മടങ്ങി വരാൻ സാധിക്കുമോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ആശങ്ക പോലും നിലവിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൃത്യമായിട്ടും ഒരു വർഗീയതയുടേതായ ഒരു ഭീഷണി നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവങ്ങൾ കാസർഗോഡ് ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് എപ്പോഴും ഇങ്ങനെ തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതം പോലെയുള്ള ഒരു അവസ്ഥയൊന്നും കാസർഗോഡ് എപ്പോഴും ഇല്ല. കാരണം അത് അത്തരത്തിലുള്ളൊരു വിവേകമൊക്കെ ഇവിടുത്തെ സമൂഹത്തിനുണ്ട്. അത് ശ്രീബാലകൃഷ്ണൻ പറഞ്ഞത് ഒരു തരത്തിൽ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇതെത്തിയിട്ടില്ല. നമ്മുടെ ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള വർഗീയതയുടെ വലിയ തീവ്രത എത്തിയിട്ടേ ഇല്ല, അതിന് സംശയമില്ല. പക്ഷെ നമ്മൾ മഞ്ചേശ്വരം മുതൽ അങ്ങ് കാഞ്ഞങ്ങാട് വരെയുള്ള ഒരു കോസ്റ്റൽ ബെൽറ്റിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ CVയുടെ അഭിപ്രായത്തോട് യോജിക്കാൻ വേണ്ടി കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ടെൻസ്ഡാണ് സംഗതി, കൃത്യമായിട്ട് ടെൻസ്ഡാണ്. അത് ഏത് സമയത്ത് വേണമെങ്കിലും ചെറിയൊരു തീപ്പൊരി വീണാൽ വേണമെങ്കിൽ അത് വലിയ കലാപമായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്. അതിൻ്റെ ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ നമ്മുടെ ഒരു മദ്രസാധ്യാപകൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വലിയ ആളുകൾ ശരിക്കും പേടിച്ചിട്ടുണ്ട്. ഒരു കലാപമായിട്ട് മാറിക്കളയൊന്നുമില്ല. പോലീസിൻ്റെ ഒക്കെ ശക്തമായ ഇടപെടൽ ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പോലീസിൻ്റെ അത്രയും ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എങ്കിൽ ചിലപ്പോൾ കാസർഗോഡ് വലിയൊരു വർഗീയ കലാപത്തിന് ആ സമയം സാക്ഷ്യം വഹിച്ചേനെ. കാസർഗോഡ് ആർക്കും ഒരു നോമാൻസ് ലാൻഡ് പോലെ ഭരണകൂടത്തിന് അവരുടെ കാര്യങ്ങൾ നടത്താൻ പറ്റാത്ത ആളുകളെ ശിക്ഷാവിധി അനുസരിച്ച് പറഞ്ഞേക്കാൻ പറ്റുന്നൊരു സ്ഥലം കാസർഗോഡ് എന്ന രീതിയിലേക്ക് ചുരുങ്ങിപ്പോയി. അവിടെയാണ് പ്രശ്നം. ഈ കൊടും വരൾച്ചയിലും നിറഞ്ഞൊഴുകുന്ന ചന്ദ്രഗിരി പുഴ, കാസർഗോഡൻ ഭൂമിയെ തണുപ്പിക്കുന്ന ഈ പുഴ പക്ഷേ ഇന്ന് കരളുകളെ പിളർത്തുന്ന ഒരതിർത്തിയാണ്. ചന്ദ്രഗിരി പുഴയ്ക്ക് വടക്ക് കാസർഗോഡൻ ഭാഗങ്ങളിൽ മനുഷ്യ മനസ്സുകൾ അസ്വസ്ഥമാണ്. ആളുകൾക്കിടയിൽ അവിശ്വാസം പടരുന്നു. എന്നാൽ തെക്ക് കാഞ്ഞങ്ങാട്ടും പരിസരങ്ങളിലും അത്രത്തോളം ഭീതിതമല്ല എന്ന വിലയിരുത്തലുകളുണ്ട്.
ഇപ്പോൾ ഈ ചന്ദ്രഗിരി പുഴയുടെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ടുള്ള ജീവിത രീതിയിൽ തന്നെ വ്യത്യാസമുണ്ട്, വിശ്വാസ പ്രമാണങ്ങളിലും വ്യത്യാസമുണ്ട്. കാരണം ഈ ഭാഗത്ത് ദേശീയ പ്രസ്ഥാനമൊക്കെ വളരെ സജീവമായിരുന്ന ഭാഗങ്ങളാണ്, അങ്ങോട്ടില്ല അത് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ കാസർഗോഡ് ഭാഗത്ത് ദേശീയ പ്രസ്ഥാനം പറയാം, നമ്മൾ പറയുമ്പോൾ കാഞ്ഞങ്ങാട് വരെയാണ് പറയുന്നത്. എ സി കണ്ണൻ നായരും കുഞ്ഞനാമൻ നായരും ഈ കേളു നായരും ഒക്കെ കൂടിയുള്ള ഒരു ഇത് പറയുന്നത്, ഇപ്പോൾ ഇവിടെ തിരുമുമ്പ് ഒക്കെ പറയുന്നത് ഈ ഭാഗത്തേക്കാണ്. അതേപോലെ തന്നെ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വരുമ്പോഴും അത് ഈ ഭാഗത്താണ് ആദ്യം ഉണ്ടാകുന്നത്, ഇപ്പുറത്താണ് ഉണ്ടായിട്ടുള്ളത്. അത് ദേശീയ പ്രസ്ഥാനത്തിൽ തുടർച്ചയായിട്ടില്ല. അപ്പോൾ ഒരു കുറച്ചുകൂടി ഒരു ആഴത്തിലുള്ള ഒരു രാഷ്ട്രീയ ബോധം, ദേശീയ ബോധം ഒക്കെ ഈ ഭാഗത്താണ് ഉള്ളത്. അത് അപ്പുറത്തുണ്ടായിട്ടില്ല. സമൂഹത്തിൻ്റെ അകത്ത് നിന്ന് തന്നെ അതിനെ പൊളിച്ച് പുതിയ രീതിയിൽ കൊണ്ടുവരാനുള്ള ഒരു നവോത്ഥാന ശ്രമം നടത്തിയ ഏരിയകളാണ് ഇവിടെ നിന്ന് നിങ്ങൾ വടക്കോട്ട് സഞ്ചരിച്ച മഞ്ചേശ്വരം വരെ. പക്ഷേ അതിന് തുടർച്ചയുണ്ടായില്ല. ആ ഗ്യാപ്പിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തുളുനാട്ടിൽ വർഗീയ ശക്തികൾ, അത് ഹൈന്ദവ വർഗീയ ന്യൂനപക്ഷ വർഗീയ ശക്തികളുണ്ട്, ഭൂരിപക്ഷ വർഗീയ ശക്തി, അവർ ക്രമേണ അവരുടെ പ്രചരണം ഈ പിന്തിരിപ്പൻ ശക്തികളുടെ സഹായത്തോടുകൂടി, അതാണ് വ്യത്യാസം. ആ വ്യത്യാസം നമ്മൾ കാണുന്നു. ചന്ദ്രഗിരിക്ക് അപ്പുറത്ത് വലിയ വിദ്യാഭ്യാസമില്ല എന്നുള്ള സമീപനമോ അല്ലെങ്കിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയവൽക്കരണത്തിന് വിധേയരല്ലാത്ത ജനതയാണ്, അവരിലാണ് ഈ വർഗീയത ഉയർന്നു വന്നത് അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ചേരിതിരിവ് വളർന്നു വന്നത് എന്ന പൊതുവൽക്കരണം ശരിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ഇപ്പം അതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് നമ്മൾ കാസർഗോഡിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ളത് പോലെ തന്നെയുള്ള കലാപമാണ് കാഞ്ഞങ്ങാടേക്ക് എത്തിയത്. അത് ചിലപ്പോൾ ലീഗ് CPM സംഘർഷം എന്ന് പിന്നെ പുറത്തേക്ക് കാണാമെങ്കിലും അടിയിൽ വളരെ കൃത്യമായിട്ട് ഹിന്ദു മുസ്ലിം സംഘർഷം തന്നെയാണ് കാഞ്ഞങ്ങാട് കഴിഞ്ഞ വർഷം പിന്നെ അരങ്ങേറിയത്. വളരെ കൃത്യമായിട്ട് മുസ്ലിം പിന്നെ പേരുള്ള കടകൾ അല്ലെങ്കിൽ ഹിന്ദു പേരുള്ള കടകളൊക്കെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് വന്നിട്ട് തന്നെയാണ് അവിടങ്ങളിലൊക്കെ ഈ പിന്നെ കലാപം അരങ്ങേറിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ ചന്ദ്രഗിരിക്ക് അപ്പുറത്തുള്ള സാധാരണ മനുഷ്യൻ്റെ പരിപാടിക്ക് മാത്രം ഇത് വെച്ചു കൊടുക്കുന്നതിൽ വലിയ അർത്ഥമില്ല. ഇപ്പുറത്ത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല രാഷ്ട്രീയ ബോധമുണ്ട് എന്ന് പറയുന്ന ഈ പ്രദേശത്തും അതിൻ്റെ അലകൾ കൃത്യമായി എത്തിയിട്ടുണ്ട് എന്ന് കാഞ്ഞങ്ങാട് കലാപം നമ്മോട് കൃത്യമായി വിളിച്ചു പറയുന്നു. നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നത് ഈ ഒരു അക്രമ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും ഏർപ്പെടുന്നത് ചെറുപ്പക്കാരാണ്, ചെറിയ പ്രായത്തിലുള്ളവരാണ്. പോലീസ് പിടിയിലാവുന്നത് 10, 20, 22 ഒക്കെ വയസ്സുള്ള, ലോകത്തെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടില്ലാത്ത വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് പലപ്പോഴും, മിക്കപ്പോഴും എന്ന് തന്നെ പറയാം, പിടിക്കപ്പെടുന്നത്. ഇപ്പോഴും ആരാധനാലയങ്ങൾ, ഞാൻ പലപ്പോഴും കൃത്യമായി ആരാധനാലയങ്ങൾ ഈ വടക്കൻ മേഖലയിൽ കടുത്ത വർഗീയ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട പത്രക്കാർ, ക്ഷേത്രത്തിൽ നടന്ന പ്രസംഗം ചില പള്ളികളിലും ഉണ്ടാവും, അങ്ങേയറ്റം വർഗീയ വിദ്വേഷത്തിൻ്റെ പ്രസംഗമാണ്. അവർ മതമല്ല പഠിപ്പിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അവർ മതമല്ല, മതത്തെ തെറ്റായി പഠിപ്പിച്ചും ദുർവ്യാഖ്യാനം ചെയ്തും വളരെ ചെറുപ്പത്തിൽ ഈ പല ക്രിമിനൽ സംഭവങ്ങളും പങ്കെടുക്കുന്ന കുട്ടികളുടെ വയസ്സുകൾ ശ്രദ്ധിക്കുന്ന പത്രക്കാരാണ്. 20 വയസ്സ് താഴെയാണ്, 18, 19, 20 വയസ്സുകളാണ്. വളരെ ചെറുപ്പത്തിലെ പിടികൂടി അവരെ കമ്മ്യൂണലായിട്ട് വളർത്തുകയാണ്. രാഷ്ട്രീയവാദം ചെറുപ്പക്കാരുടെ ഇടയിൽ വ്യാപകമായി കണ്ടുവരുന്ന ഒരു പുതിയ സംസ്കാരമാണ്. മറ്റ് പ്രദേശങ്ങളിൽ അരാഷ്ട്രീയവാദമുള്ള ചെറുപ്പക്കാർ പുതിയ മേഖലകൾ തേടിപ്പോകുമ്പോൾ ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരുടെ ഏതോ തരത്തിലുള്ള സ്വാധീനത്തിന് വഴിപ്പെട്ടുകൊണ്ട് അവരും ഇത്തരം തലങ്ങളിലേക്ക് ആകൃഷ്ടരാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ എന്തെങ്കിലും ചെറിയ ഒരു വിഷയം 2 ചെറുപ്പക്കാർ തമ്മിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ 2 ചെറുപ്പക്കാർ അത് പിന്നെ അവർ വ്യത്യസ്ത മതങ്ങളിലോ ഹിന്ദുവും മുസ്ലിം ആയിക്കഴിഞ്ഞാൽ അതിനെ അപ്പം തന്നെ വർഗീയവൽക്കരിച്ചുകൊണ്ട് ആ കേസിടുകയും അവരെക്കെതിരായിട്ടുള്ള നടപടിയൊക്കെ വരുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയായിട്ട് ഇത് മാറി. അപ്പോൾ അതിനെ കൊണ്ടുണ്ടാകുന്ന ഒരു നീതി നിഷേധം, ആ നീതി നിഷേധം പലപ്പോഴും ഇത്തരം ഒരു സംഘർഷമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഇതിൽ BJPയുടെ വലിയ റോളുണ്ട്. മുസ്ലിം ലീഗിന് ഇതിനെ നിയന്ത്രിക്കാനാവുന്നില്ല. STPI നന്നായി, STPI പോലുള്ള സംഘടനകൾ, മത വർഗീയ പ്രസ്ഥാനങ്ങൾ നല്ലതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം ചേർന്ന് വളരെ കുഴഞ്ഞു പറഞ്ഞ ഒരവസ്ഥയാണ് ഇവിടെ. അപ്പം ഇത് മാറണമെങ്കിൽ എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല. അല്ലെങ്കിൽ റോട്ടിൻ്റെ മേലെ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ മറ്റോ വന്നു, അപ്പോൾ അവിടെ കൂടുന്ന ആൾ അത് വർഗീയവൽക്കരിക്കുക. ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ വർഗീയമില്ല. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടോ ഉടനെ അത് വർഗീയമായി. അതിനൊരു വിഭാഗം തന്നെ യഥാർത്ഥത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആസൂത്രിതമായിട്ട്.
ഇതിലിവിടെ ഈ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഏതോ മാഫിയ സംഘത്തിൻ്റെ ഒക്കെ പങ്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിർത്തി പ്രദേശമാണല്ലോ, അതിർത്തിയിൽ പലതും നടത്താൻ പറ്റുമല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒരു സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന സാഹചര്യം പെട്ടെന്ന് ഒരു ഡൈവേർഷനായി പോവാൻ വളരെ സമാധാനം, എല്ലാവരും സന്തോഷത്തോടുകൂടി നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ മൗലവിയുടെ കൊലപാതകം നടന്നത്. അപ്പോൾ ആസൂത്രിതമായ ഈ നാടിൻ്റെ സമാധാനത്തിന് ഭംഗം വരുത്താൻ ഒരു ശ്രമം നടക്കുകയാണ്. ഈ പ്രദേശത്ത് ഒരു കാര്യം കൂടി പറഞ്ഞു, ഞങ്ങളങ്ങനെ വലിയ ശക്തിയല്ല. മുസ്ലിം ലീഗിൻ്റെയും BJPയുടെയും വലിയ ശക്തികൾ ഇവിടെ ഉണ്ട്. ഇലക്ഷനിലൊക്കെ ഞങ്ങൾ 3ാം സ്ഥാനത്താണ്. പോലീസ് ഇങ്ങനെയുള്ള അവസരത്തെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്നില്ല, പലപ്പോഴും ഉണ്ടായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത്തരം സംഭവങ്ങളിൽപ്പെട്ട ആൾക്കാരെ പേരറിഞ്ഞും അറിയാതെ വരുന്ന ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്തതും ചെയ്യാത്തതുമായിട്ടുള്ള പ്രതികളെ ആ സാഹചര്യം മുതലെടുത്തുകൊണ്ട് പണം കായ്ക്കുന്ന മരങ്ങളായിട്ട് ഈ കേസുകളെ കാണുന്നു എന്നുള്ളതാണ്. ഇത് BJPയുടെ ആരോപണം മാത്രമല്ല. കണ്ണൂരിലെ റേഞ്ച് DIG ആയിരുന്ന സമയത്ത് ശ്രീജിത്ത് സമർപ്പിച്ച ഒരു റിപ്പോർട്ടുണ്ട്. അതിൽ പറയുന്നത് 10,000-ലേറെ ആൾക്കാർ അത്തരം വർഗീയ സംഘർഷത്തിൽപ്പെട്ട ആൾക്കാർ പ്രതി ചേർക്കാതെ പോയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നും വരെ പറയുന്നുണ്ട്. പോലീസ് ഇതിൻ്റെ അടിവേര് അറക്കണം. എവിടെ നിന്നാണ്, ആരാണ് സഹായിക്കുന്നുണ്ട് അത് നോക്കണം. ഞാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ശിക്ഷിക്കപ്പെടണം. ഞാനിതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു കുഴപ്പത്തിന് ഉണ്ടെങ്കിൽ ഞാനും അതിൽ ശിക്ഷിക്കപ്പെടണം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെ പുറത്തു കൊണ്ടുവരുന്നില്ല. എല്ലാവരും കൃത്യമായിട്ട് നമ്മൾ മൈക്കിന് മുമ്പിൽ എത്തുമ്പോൾ, പൊതുയോഗത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വർഗീയതക്കെതിരെ സംസാരിക്കുന്നുണ്ട്. നമ്മൾ സമാധാനത്തിൻ്റെ, ശാന്തിയുടെ മന്ത്രം നമ്മൾ കൃത്യമായിട്ട് ഉരുവിടുന്നുണ്ട്. നമ്മുടെ മഹാപൈതൃകം സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ ഇതെത്രമാത്രം ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനവും അതിൻ്റെ പ്രവർത്തന ശൈലിയുടെ ഭാഗമാക്കി മാറ്റുന്നുണ്ട്. സ്വന്തം അണികളിലേക്ക്, സ്വന്തം പ്രവർത്തകരിലേക്ക്, അണികളിലേക്ക് അല്ലെങ്കിൽ അനുയായി വൃന്ദങ്ങളിലേക്ക് ഈ മെസ്സേജ് എത്ര ഫലപ്രദമായിട്ട് എത്തിക്കാൻ വേണ്ടി ഈ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ട കാര്യമാണ്. ഈ പ്രദേശത്തുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കൃത്യമായിട്ട് വർഗീയതക്കെതിരെ അല്ലെങ്കിൽ മതപരമായ സംഘർഷം ഒഴിവാക്കണമെന്ന രൂപത്തിലേക്ക് കൃത്യമായിട്ട് ഉള്ള ഇടപെടലുകൾ നടത്താൻ തയ്യാറായിരുന്നുവെങ്കിൽ കാസർഗോഡ് ഇത്തരത്തിലുള്ള കലാപശ്രമങ്ങൾ നടക്കുമായിരുന്നില്ല. മിത്തും യാഥാർത്ഥ്യവും വേർതിരിയുമ്പോൾ ഉയർന്നുവരുന്ന ഈ വാക്കുകൾ മുന്നറിയിപ്പാണ്. മറക്കരുത്.